ഒൻപതാം ക്ലാസ്സിലെ നമ്മുടെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഹാഫ് എ ഡേ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ദ ഈജിപ്ഷ്യൻ നോവലിസ്റ്റ് ആൻഡ് നോബൽ ലോറിയറ്റ് നജീബ് മെഹഫൂസി. ഇറ്റ് ഹാസ് എ ഗ്രിപ്പിംഗ് സ്റ്റോറി ലൈൻ ആൻഡ് എ ബ്യൂട്ടിഫുൾ എൻഡിങ്. ഭയങ്കര രസമുള്ള, നിങ്ങളെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. പാസേജ് ഓഫ് ടൈം അല്ലെങ്കിൽ സമയത്തിൻ്റെ കടന്നുപോക്കാണ് ഈ കഥയുടെ പ്രധാനപ്പെട്ട തീം. പക്ഷെ പ്രശ്നം, ഈ കഥയുടെ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഇൻസിഡൻസിൻ്റെ ട്രാൻസിഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് സം ഓഫ് യു മൈറ്റ് ഹാവ് സ്ട്രഗിൾഡ് ടു അൺടാങ്കിൾ ദിസ് ഇൻസിഡൻസ് ഇൻ എ വെരി പ്രോപ്പർ വേ. ആൻഡ് ഇൻ ദിസ് വീഡിയോ that is exactly what we are going to do. നമ്മൾ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞ കഥയെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ കഥയുടെ സമ്മറി പറയുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഈ കഥയിലെ പ്രധാനപ്പെട്ട തീമുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഗംഭീരമായി മനസ്സിലാവും. അത് നാച്ചു സാർ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ് അബൌട്ട് ദിസ് വീഡിയോ ഇൻ ദ കമന്റ് ബോക്സ്. And that's it. Welcome back to Xylem. Welcome back to the world of English. My name is Nasser Faruddin. Let's have a thorough understanding about the story first. Because പരീക്ഷയ്ക്ക് എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും ഈ കഥയെക്കുറിച്ചുള്ള ഒരു സോളിഡ് അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. Let's begin. The story begins with a young boy and his father. സോ ഈ കഥ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ ആൺകുട്ടിയും അവൻ്റെ അച്ഛനെയും കാണാം. And they are going to somewhere. എവിടേക്കാണ് അവർ പോകുന്നത്? നമുക്ക് നോക്കാം. They were going to the boys' school. അവർ രണ്ടുപേരും ആ ആൺകുട്ടിയുടെ സ്കൂളിലേക്ക് പോവാണ്. എന്തിനാ ഇപ്പോൾ സ്കൂളിൽ പോകുന്നത്? Because it was his first day. അവൻ്റെ സ്കൂളിൽ ആദ്യത്തെ ദിവസമാണ്. So the father is accompanying his son. As the boy walks to school, കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് he describes the beautiful streets he passes. അവൻ കടന്നു പോകുന്ന മനോഹരമായ തെരുവുകളെ കുറിച്ച്, സ്ട്രീറ്റ്സിനെ കുറിച്ച് അവൻ വർണ്ണിക്കുന്നുണ്ട്. ഫിൽഡ് വിത്ത് ട്രീസ് ആൻഡ് ഫ്രൂട്ട്സ്. അവൻ നിറയെ എന്താണ്? ട്രീസും ഫ്രൂട്ട്സും ഒക്കെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, പോകുന്ന സമയത്ത് ഇങ്ങനെയാണ്, വരുമ്പോൾ എന്താണ് എന്ന് എനിക്കറിയില്ല, നമുക്കത് സംസാരിക്കാം. He felt scared and nervous. നമ്മുടെ കുട്ടി എന്താണ്? സ്കേർഡ് ആണ്, പേടിച്ചിട്ടുണ്ട്, നെർവസ് ആണ്, ഭയങ്കര ടെൻസ്ഡ് ആണ്. Why is he scared? Why is he nervous? Because അതിനൊരു കാരണമുണ്ട്. He thought there was nothing good about going to school. നമ്മുടെ ടീമാണ്. കാരണം ചെക്കൻ എന്താ വിചാരിച്ചത്? There is nothing good in going to school. ഒരു സ്കൂളിലേക്ക് പോകുന്നതിന് കാര്യമായിട്ട് നല്ല ഒരു കാര്യമില്ല. It is of no use എന്നാണ് ആര് വിചാരിച്ചിരിക്കുന്നത്? കുട്ടി വിചാരിച്ചിരിക്കുന്നത്. He considered it almost like a punishment. കുട്ടി വിചാരിച്ചിരുന്നത് സ്കൂളിലേക്ക് പോകാന്നുള്ള എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് എ പണിഷ്മെന്റ്. അച്ഛനോട് പറയുന്നുണ്ട്, എന്തിനാ എന്നെ സ്കൂളിലേക്ക് വിടുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. സോ he considered it as a punishment. But his father urged him forward. പക്ഷേ അവൻ്റെ അച്ഛൻ, വയസ്സായിട്ടുള്ള അവൻ്റെ ഫാദർ, അവൻ എന്ത് ചെയ്തു? ഏർജ് ചെയ്തു, ഫോഴ്സ് ടു ഡു സംതിങ് ഇൻ എ വെരി പോസിറ്റീവ്, അല്ലേ? പ്രേരിപ്പിച്ചു, ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഏർജ്ഡ് ഹിം ഫോർവേഡ്. അവനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചു. എന്ത് പറഞ്ഞുകൊണ്ട്? ബി ബോൾഡ്. എടാ ചെക്ക, ബോൾഡ് ആയിട്ടിരിക്കേ. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്. ഇന്നാണ് നീ ശരിക്കും എന്ത് തുടങ്ങാൻ പോകുന്നത്? നിന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഈസ് ടൈം ടു ലീവ്. സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യാനുള്ള സമയമാകുമ്പോൾ യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു, ഞാൻ പുറത്ത് കാത്തു നിൽപ്പുണ്ടാവും എന്ന് അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? വാക്ക് കൊടുക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. The boy hesitated when he entered the school. അല്ലെ, ഹെസിറ്റേറ്റ് ചെയ്തു, മടി കാണിച്ചു, താല്പര്യം ഉണ്ടായിരുന്നില്ല. He was not confident to enter the school because he already had this negative idea about schooling. പക്ഷേ somehow he entered. സ്കൂളിലേക്ക് കടക്കുന്നു. ആദ്യം കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. He met boys and girls he didn't know. അവിടെ അവൻ അറിഞ്ഞുകൂടാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവൻ കാണുന്നുണ്ട്. ആൻഡ് they didn't know him. അവർക്ക് അവനെ അറിയില്ലായിരുന്നു. പക്ഷേ ബട്ട് they were curious about him. പക്ഷെ അവർക്ക് അവനെക്കുറിച്ച് ക്യൂരിയസ് ആയിരുന്നു, അല്ലെ? അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അവൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഓരോങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. After the gates closed, the children started crying. Do you remember your first day at school? Were you so brave that you stood without crying? I hardly think so. I cried in my first day at school. So gate close ചെയ്തപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി.
Then a teacher came in and arranged the children into classes. അങ്ങനെ ഒരു ടീച്ചർ വരുന്നു, അവരെ ക്ലാസ്സുകളായിട്ട് അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് എന്ത് പറയുന്നു കുട്ടികളോട്? This is your new home. ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ദിസ് ഇസ് യുവർ ന്യൂ ഹോം. ഡ്രൈ യുവർ ടീയേഴ്സ്, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുക. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂർവ്വം എന്ത് ചെയ്യുക? ഫേസ് ചെയ്യുക എന്ന് ടീച്ചർ പറയുന്നു. ഓക്കെ, യെസ്. The children accepted that they would stay there for the rest of the day because they do not have any other go. വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. So the children accepted that. കുട്ടികൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. എന്താ? They would stay there for the rest of the day. ആ ദിവസത്തിന്റെ ബാക്കിയുള്ള സമയം മുഴുവൻ അവർ അവിടെ തന്നെ ആയിരിക്കുമെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അവർക്ക് കാര്യം മനസ്സിലാവുന്നു. The boy felt contentment. Contentment എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ എന്നാണ്, സംതൃപ്തി എന്നാണ്. സോ കുട്ടിക്ക് എന്ത് തോന്നുന്നുണ്ട്? സംതൃപ്തി തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്? ആസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഹി മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തു? പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കി. ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഗേൾസ്. അവൻ പെൺകുട്ടികളുമായി ചങ്ങാത്തം അല്ലെങ്കിൽ പ്രണയത്തിൽ വീണു. ഹി പ്ലേഡ് ഡിഫറെൻറ്റ് ഗെയിംസ്. അവൻ പലതരത്തിലുള്ള കളികൾ കളിച്ചു കുട്ടികളുടെ കൂടെ. സാങ് സോങ്സ്, പാട്ടുകൾ പാടുന്നു. ലേൺഡ് അബൌട്ട് ലാംഗ്വേജ്, ഭാഷയെക്കുറിച്ച് പഠിക്കുന്നു. ലേൺഡ് അബൌട്ട് ദ വേൾഡ് ആൻഡ് റിലീജിയൻ, ഈ ലോകത്തെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതൊക്കെ ആ സ്കൂളിലെ ഒരു ഹാഫ് എ ഡേ കൊണ്ട് പഠിച്ചോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ദാറ്റ് ഈസ് എ ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷെ അങ്ങനെ അല്ല എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം ഇത്രയും കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതവൻ്റെ എന്ത് തന്നെയാണ്? ഇതവൻ്റെ ഹോൾ ലൈഫാണ്, മുഴുവൻ ജീവിതമാണ്. അതോടെ നിൽക്കട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ നിന്ന് പഠിക്കുന്നു. ബട്ട് ദെൻ ദ ബോയ് റിയലൈസ്ഡ് ദാറ്റ് സ്കൂൾ വാസൻറ്റ് ഓൾവേസ് ഫൺ. സോ അവൻ പിന്നീട് റിയലൈസ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് എപ്പോഴും എന്നല്ല, ഫൺ അല്ല. സ്കൂൾ ഈസ് നോട്ട് ഓൾവേസ് ഹാപ്പി. ചില ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടീസ്, ചാലഞ്ചസ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. നോക്കൂ, ദർ വർ ഹാർഡ് ടൈംസ് ലൈക്ക് പെയിൻ, അല്ലേ? ഹാർഡ് ടൈംസ് ഉണ്ടാവാറുണ്ട്, അല്ലേ? like pain, anger, fights, heartbreak, and even a teacher who would scold and sometimes use physical punishment. സ്കൂളിലെ ടീച്ചർ ചിലപ്പോൾ എന്ത് ചെയ്യും? സ്കോൾഡ് ചെയ്യും, ഫിസിക്കലി പണിഷ് ചെയ്യും, അല്ലെ? അടി കിട്ടാൻ സാധ്യതയുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഹാപ്പിനെസ് ആൻഡ് സോറോ. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഹാപ്പി, നോട്ട് ഓൾവേസ് അപ്പ്, ഇറ്റ് ഈസ് അപ്പ് ആൻഡ് ഡൗൺ, അല്ലേ? അപ്പോൾ ഇതൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹാഫ് എ ഡേക്കുള്ളിൽ, ഒരു അര ദിവസത്തിനുള്ളിൽ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ റാപ്പിഡായി, വളരെ ഫാസ്റ്റായി ഈ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൺ. The boy learned that he and his friends needed to be careful as they went through school. സോ കുട്ടിക്കും അവൻ്റെ ഫ്രണ്ട്സിനും മനസ്സിലായി എന്താണ്? അവർ കുറച്ചുകൂടെ കെയർഫുൾ ആവണം, അവർ കുറച്ചുകൂടെ എന്താവണം? ശ്രദ്ധാലുക്കളാവണം എന്ന് മനസ്സിലാവുന്നുണ്ട്. When the bell rang, it signaled the end of the day. അങ്ങനെ മണിയടിക്കുന്നു, സമയം കഴിഞ്ഞു, ഇന്നത്തെ സ്കൂൾ ഡേ അവസാനിച്ചു. And what did the boy do? He bid farewell to his friends and sweethearts. അവനവൻ്റെ സുഹൃത്തുക്കളോടും അവൻ്റെ പ്രണയിനികളോടും സ്വീറ്റ് ഹാർട്സിനോടൊക്കെ ഫെയർവെൽ, ബിഡ് ഫെയർവെൽ എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര പറഞ്ഞു. ആൻഡ് വെയിറ്റഡ് ഫോർ ഹിസ് ഫാദർ ടു പിക്ക് ഹിം അപ്പ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്താ? ഐ വിൽ ബി ദർ ടു പിക്ക് യു അപ്പ് വെൻ ദ ക്ലാസ് എൻഡ്സ്. പക്ഷേ അച്ഛൻ കാത്തിരിക്കുന്നു, നോക്കിയിരുന്നു. ബട്ട് ഹീ ഡിഡ് നോട്ട് ഷോ അപ്പ്. അച്ഛൻ എന്ത് ചെയ്തില്ല? വന്നില്ല. സോ ദ ബോയ് ഡിസൈഡഡ് ടു ഗോ ഹോം ഓൺ ഹിസ് ഓൺ. സോ കുട്ടി എന്ത് ചെയ്യുന്നു? ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആഫ്റ്റർ എ ഫ്യൂ സ്റ്റെപ്സ് ഹി സ്റ്റോപ്ഡ്. കുറച്ച് ദൂരം നടന്നപ്പോൾ നമ്മുടെ കുട്ടി എന്ത് ചെയ്തു? കുട്ടി അവിടെ നിൽക്കുകയാണ്. വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഈസ് റോങ്? വെയിറ്റ്, ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഇവിടെ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്, ഒരു ഷിഫ്റ്റ് നടക്കുകയാണ്. സംതിങ് ദാറ്റ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡൈജസ്റ്റ്. പക്ഷെ അവിടെ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ കിട്ടും. ശ്രദ്ധിച്ചോളെ, എന്തുകൊണ്ടാണ്? ഹി വാസ് ഷോക്ക്ഡ് ബിക്കോസ് എവ്രിതിങ് ഹാഡ് ചേഞ്ച്ഡ്. ദ ബോയ് വാസ് ഷോക്ക്ഡ് ബിക്കോസ് എവ്രിതിങ് ഹാഡ് ചേഞ്ച്ഡ്. എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മാറിപ്പോയിട്ടുണ്ട്. എന്തൊക്കെയാ സംഭവിച്ചത്? There were cars and tall buildings everywhere. വഴിയിൽ നിറയെ എന്താണ്? കാറുകളാണ്, വലിയ ബിൽഡിങ്സ് ആണ്, ടോൾ ബിൽഡിങ്സ് ആണ്. സ്കൂളിലേക്ക് വരുന്ന സമയത്ത്, രാവിലെ അച്ഛൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ വിട്ട് വന്നപ്പോൾ
the scenario has changed entirely. And what did he see? എന്തൊക്കെ കാണുന്നത്? Cars and tall buildings everywhere. The gardens and fields were gone. രാവിലെ വരുമ്പോൾ കണ്ട ഗാർഡൻസ്, പൂന്തോട്ടങ്ങളും വയലുകളും ഫീൽഡുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. Trucks with security troops were all around. സെക്യൂരിറ്റി ട്രൂപ്പുമായിട്ട് പോകുന്ന ട്രക്കുകളൊക്കെ എന്ത് ചെയ്യാം? വഴിയിൽ നിറയെ കാണാം. പിന്നെയോ സർക്കസ് പീപ്പിൾ ആൻഡ് മജീഷ്യൻസ് were performing. വഴിയിൽ സർക്കസുകാരും മജീഷ്യൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺചറേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്യുന്നുണ്ട്. എ ഫയർ ട്രക്ക് വാസ് കോസിങ് ട്രാഫിക്. ഒരു ഫയർ ട്രക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാഫിക് ഉണ്ടാക്കിയിട്ടുണ്ട്. The boy felt like he was going crazy. നിങ്ങൾക്ക് തോന്നില്ലേ അങ്ങനെ? പിന്നെ ആ കുട്ടിക്ക് തോന്നില്ലേ? കുട്ടിക്ക് ഭ്രാന്തായതുപോലെ തോന്നുവാണ്. What is all this? The scene has entirely changed. ഇതൊന്നും രാവിലെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ എന്ത് ചെയ്യാണ്? മാറുകയാണ്. കണക്റ്റ് ആയോ നിങ്ങൾക്ക്? ഇത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്, ഒരു ലിറ്റററി ടെക്നിക്കാണ്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മൾ കഥ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ഒരു വലിയ ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അതായത് കഥയിൽ ഹാഫ് എ ഡേ എന്ന് പറയുമ്പോഴും ആ ഹാഫ് എ ഡേ എന്ന് പറയുന്നത് നമ്മുടെ നറേറ്ററിൻ്റെ എന്താണ്? എൻ്റെ ലൈഫാണ്. മുഴുവൻ ജീവിതവും എന്ത് തന്നെയാണ്? ഈ ഹാഫ് എ ഡേക്കുള്ളിൽ എന്ത് ചെയ്യാണ്? ഇങ്ങനെ സ്പീഡിൽ റാപ്പിഡായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. He then decided to seek the answers from his father because he couldn't understand what had happened. എന്താ സംഭവിച്ചത് മനസ്സിലായില്ല. അപ്പോൾ എന്ത് ചെയ്തു? He decided to seek or ask the answers from his father. അച്ഛനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു. And needed to get home. വീട്ടിലേക്ക് എത്തണം. The boy wondered where home was. രാവിലെ വന്നതാണ്, പക്ഷേ കുട്ടിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. കുട്ടി ആലോചിക്കുകയാണ്. വണ്ടർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുകയാണ്, എവിടെയായിരുന്നു എൻ്റെ വീട് എന്നവൻ ആലോചിക്കുകയാണ്. He hurriedly made it to the crossroads. അവൻ വേഗം എന്ത് ചെയ്തു? ക്രോസ് റോഡ്സിലേക്ക് എത്തി. To get home, he needed to cross Abu Khodha. Abu Khodha എന്ന് പറഞ്ഞ റോഡ് എന്ത് ചെയ്യണം? എന്ന സ്ട്രീറ്റ് എന്ത് ചെയ്യണം? അവന് ക്രോസ് ചെയ്യണം. He wondered how he could cross when a line of cars would not let him. ഒരു കാറുകളുടെ നീണ്ട നിര അവനെ ക്രോസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ ഈ ലൈൻ ഈ അബൂ ഖോദ ക്രോസ് ചെയ്ത് വീട്ടിലേക്ക് എത്തുക എന്നവൻ ആലോചിക്കുന്നുണ്ട്. He was extremely irritated as he waited and wondered when will he able to cross. എപ്പോഴാണ് തനിക്ക് ട്രാഫിക് ക്രോസ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് നമ്മുടെ നറേറ്റർ എന്താവുന്നുണ്ട്? ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. Then after a long time of waiting, a young boy who worked at the ironing shop approached him from the corner. So കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു കോർണറിലെ ഒരു അയർണിംഗ് ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന ഒരു യങ് ബോയ് നമ്മുടെ നറേറ്ററെ സമീപിക്കുകയാണ്, അപ്രോച്ച് ചെയ്യാണ്. എക്സ്റ്റെൻഡഡ് ഹിസ് ആം. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ കുട്ടി തൻ്റെ കൈ നീട്ടുന്നുണ്ട്. ആൻഡ് സെഡ്, "Grandpa, let me take you across." സാർ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഈ കഥ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് അല്ലേ, ഒരു യങ് ബോയ് ആയിരുന്നു, ഒരു ചെറിയ ആൺകുട്ടിയായിരുന്നു. എന്നാൽ ഈ കഥ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു സമയം ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നു പോയിട്ടുണ്ട്. പാസേജ് ഓഫ് ടൈം. ഒരു ഹാഫ് എ ഡേക്കുള്ളിൽ, ഒരു സ്കൂളിലെ പകുതി ദിവസത്തിനുള്ളിൽ ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്ത അനുഭവങ്ങളിലൂടെ നമ്മുടെ കുട്ടിക്ക് വയസ്സായിട്ടുണ്ട്. അവൻ എന്തായിട്ടുണ്ട്? അവനൊരു ഓൾഡ് മാൻ ആയിട്ടുണ്ട്. അത്രയും വേഗത്തിലാണ് സമയം എന്ത് ചെയ്യുന്നത്? ഫ്ലൈ ചെയ്യുന്നത്. ഇതിന് നിങ്ങളൊരു റിയാലിറ്റി ടേംസിൽ മെഷർ ചെയ്യുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ ഇതൊരു റിയാലിറ്റി അല്ല, ഇതൊരു ഫിക്ഷനാണ്. ഇത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ഒരു ലിറ്റററി ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പോലും അറിയാതെ, റീഡേഴ്സ് പോലും അറിയാതെ സമയം എന്ത് ചെയ്യാണ്? സമയം ബും എന്ന് പറഞ്ഞ് ഫ്ലാഷ് ചെയ്ത് പോവാണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി we came to realize that the young boy who was accompanied by father to his school in the very first day of the school became old. വയസ്സായി പോയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, സോ വാട്ട് ആർ ദ കീ ലെസൺസ് ഫ്രം ദ ഷോർട്ട് സ്റ്റോറി? എന്തൊക്കെയാണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ടേക്ക് അവേസ് എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇത് മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്ററുടെ, ഒരു അമേരിക്കൻ റൈറ്ററുടെ, നോവലിസ്റ്റിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോട്ടാണ്.
നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 14 വയസ്സുള്ള സമയത്ത് ജീവിതത്തെ ഏത് ദിശയിലേക്കും തിരിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് നിങ്ങൾ ഉറപ്പായും വായിച്ചിരിക്കേണ്ട ഒരു കോട്ടാണിത്. നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം, ഒറ്റത്തവണ, ഒരുപാട് സമയം എടുക്കില്ല. ലൈഫ് ഈസ് ഷോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതം എന്താണ്, വളരെ ഷോർട്ടാണ്. നമുക്കിത് അറിയാം, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്? ബ്രേക്ക് ദ റൂൾസ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ റൂൾസിനെ എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ലിറ്ററലി എടുക്കരുത്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ യു ആർ ഒബ്ലൈജ്ഡ് ടു ഒബേ ദ റൂൾസ്. പക്ഷെ അല്ലാതെ കുറേ റൂൾസ് ഉണ്ടല്ലോ, നമ്മുടെ സമൂഹം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച നമ്മുടെ കുറേ അനാവശ്യമായ റൂൾസ് ഉണ്ടല്ലോ, അത്തരം റൂൾസിനൊക്കെ എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ഫർഗീവ് ക്വിക്ക്ലി, ആളുകളോട് പെട്ടെന്ന് ക്ഷമിക്കുക. കിസ് സ്ലോലി, വളരെ പതുക്കെ എന്ത് ചെയ്യുക? കിസ് ചെയ്യുക. ചിലപ്പോൾ വീണ്ടും അങ്ങനെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ലവ് ട്രൂലി, ആളുകളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ലാഫ് അൺകൺട്രോളബിളി, അനിയന്ത്രിതമായി ചിരിക്കുക. ആൻഡ് നെവർ റിഗ്രറ്റ് എനിത്തിങ് ദാറ്റ് മേഡ് യു സ്മൈൽ, നിങ്ങളെ ചിരിപ്പിച്ച, നിങ്ങൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ച ഒന്നിനെക്കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക? റിഗ്രറ്റ് ചെയ്യാതിരിക്കുക, കുറ്റബോധം കാണിക്കാതിരിക്കുക. സോ ദ ഹോൾ പോയിന്റ് ഈസ് ലൈഫ് ഈസ് വെരി ഷോർട്ട്. സോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തീംസ്? ഒന്നാമത്തെ തീം എന്ന് പറയുന്നത് ദ പാസേജ് ഓഫ് ടൈം ആണ്, സമയത്തിൻ്റെ ഒഴുക്കാണ്, സമയത്തിൻ്റെ പോക്കാണ്. നോക്കൂ, ദ സ്റ്റോറി വിവിഡ്ലി പോർട്രേസ്, ഈ കഥ വളരെ വിവിഡ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായി, ക്ലിയർലി എന്നാണ്. ഓക്കെ, കൃത്യമായി ചിത്രീകരിക്കുന്നത്, പോർട്രേ ചെയ്യുന്നത് എന്താണ്? ഹൗ ക്വിക്ക്ലി ടൈം പാസസ്, എത്ര ക്വിക്കായിട്ടാണ് സമയം കടന്നു പോകുന്നത് എന്നാണ്. The young boy's experience of a half day at school mirrors the entire span of a lifetime. യങ് ബോയുടെ സ്കൂളിലെ ഒരു ഹാഫ് ഡേയുടെ എക്സ്പീരിയൻസ് എന്താണ് മിറർ ചെയ്യുന്നത്, എന്താണ് കാണിക്കുന്നത്? The entire span of his life, emphasizing how swiftly life moves from childhood to old age. എത്ര വേഗത്തിലാണ് ചൈൽഡ്ഹുഡിൽ നിന്ന് ഓൾഡ് ഏജിലേക്ക് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണിത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ തീം ദ ഇമ്പാക്റ്റ് ഓഫ് ടൈം. എങ്ങനെയാണ് സമയം നിങ്ങളെ സ്വാധീനിക്കുന്നത്, ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ടൈം ചേഞ്ചസ് എവറിഥിങ്. ദ സ്റ്റോറി ഷോസ് ഹൗ ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് സൊസൈറ്റി ഇവോൾവ് ഓവർ ടൈം. എങ്ങനെയാണ് ലാൻഡ്സ്കേപ്പും സൊസൈറ്റിയും ഒക്കെ സമയത്തിനനുസരിച്ച് മാറുന്നത്, ഇവോൾവ് ചെയ്യുന്നത്. അല്ലെ, നിങ്ങൾ തുടക്കത്തിൽ കണ്ട ആ ഒരു ലാൻഡ്സ്കേപ്പും സൊസൈറ്റിയും ഒന്നും ആയിരുന്നില്ല ഈ കഥയുടെ അവസാനം. ദിസ് ഹൈലൈറ്റ്സ് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ടൈം ആൻഡ് ഹൗ ഇറ്റ് ഷേപ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ് അലൈക്ക്. എങ്ങനെയാണ് സമയം ആളുകളെയും സൊസൈറ്റിയൊക്കെ ഷേപ്പ് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ദ ഇന്നവിറ്റബിലിറ്റി ഓഫ് ചേഞ്ച്. ഇന്നവിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥ എന്നാണ്. നിങ്ങൾക്കതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. സോ മാറ്റത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റി നിർത്താൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ. ദി സ്റ്റോറി ഷോസ് us that change and getting older are things that always happen. മാറ്റവും പ്രായമാവുക എന്നുള്ളതും എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ടെൽസ് us that life always moves forward. ജീവിതം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് വി ഹാവ് ടു accept and adjust to these changes. നമുക്ക് ആ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ, നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ദ ലാസ്റ്റ് പോയിന്റ് അപ്രിസിയേഷൻ ഓഫ് ലൈഫ്. ജീവിതത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്രിഷിയേറ്റ് ചെയ്യുക. Right. Half a day encourages readers to appreciate and cherish each moment. ഈ കഥ വായിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും അപ്രിഷിയേറ്റ് ചെയ്യാൻ, അതിനെ ചെറിഷ് ചെയ്യാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നും. It emphasizes the importance of living fully and embracing the presence. എന്താണ് emphasize ചെയ്യുന്നത്? ഊന്നി പറയുന്നത് the importance of living fully. അല്ലേ, നമ്മൾ ഓരോ നിമിഷവും എന്ത് ചെയ്യുക? പൂർണ്ണ അർത്ഥത്തിൽ ജീവിക്കുക. ആൻഡ് എംപ്രേസിങ് ദ പ്രസന്റ്. നിങ്ങളുടെ പ്രസൻസിന് എന്ത് ചെയ്യുക? നിങ്ങളുടെ വർത്തമാന കാലത്ത് എന്ത് ചെയ്യുക? എംപ്രേസ് ചെയ്യുക. നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളതിനെ സെലിബ്രേറ്റ് ചെയ്യുക. ആസ് ടൈം പാസസ് സ്വിഫ്റ്റ്ലി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് ഗ്രോത്ത് ആർ ലിമിറ്റഡ്. സമയം വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ അനുഭവങ്ങൾക്കും നിങ്ങളുടെ ഗ്രോത്തിനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വളരെ എന്താണ്? ലിമിറ്റഡ് ആണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തീംസ് ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് റീഡിങ് ദിസ് സ്റ്റോറി. സോ ഈ കഥ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നമ്മളതിനെ കൃത്യമായി പഠിച്ചു. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സ്റ്റോറി. ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായെങ്കിൽ അത് ഉറപ്പായിട്ടും പറയണം. നിങ്ങളുടെ ഒരു ചെറിയ കമൻറ്റിന് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ പറ്റും. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് നാസിർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചിസ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി.